5ാമത് എപ്പിസോഡിൽ എത്തി നിൽക്കുകയാണ്. ഡിവിഷൻ പ്ലാറ്റ്ഫോമിലേക്ക് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് അറിവിന്റെ ലോകത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പുളിക്കൽ MUA കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും റിസർച്ച് ഗൈഡുമായ ഡോക്ടർ മുഹമ്മദ് അമൻ K സാർ. സാറിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഡിവിഷൻ പ്ലാറ്റ്ഫോമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒരു മികച്ച അധ്യാപകൻ എന്നതിലുപരി സഹപ്രവർത്തകരുമായി ചേർന്ന് 7ഓളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഡോക്ടർ അമൻസ് ഡിജിറ്റൽ ക്ലാസ് റൂം എന്ന യൂട്യൂബ് ചാനലിലൂടെ 10,000ങ്ങൾക്ക് വെളിച്ചം പകരുന്ന മികച്ചൊരു AI ട്രെയിനർ കൂടിയാണ് അദ്ദേഹം. ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്ന വിഷയത്തെക്കുറിച്ചാണ് സാർ ഇന്ന് നമ്മോട് സംവദിക്കുന്നത്. സാറിനെ ഒരിക്കൽ കൂടി ഡിവിഷൻ പ്രഭാത സംവാദത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രോഗ്രാമിന്റെ ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജ് നസീബ ബഷീർ, സീനത്ത് മുനീർ തുടങ്ങി ഇതിന്റെ അണിയറ പ്രവർത്തകർ, ഒപ്പം ഇതിന്റെ മുഴുവൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പാർട്ടിസിപ്പൻസ് എല്ലാവരെയും ഒറ്റവാക്കിൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുന്നതിനായി അമൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഓവർ ടു അമൻ സാർ. താങ്ക് യു സലീം സാർ. ഓഡിയബിൾ ആണല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ആദ്യമായി എന്നെ ഈ ഡിവിഷൻ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിന് നന്ദി. വളരെയേറെ സന്തോഷത്തോടു കൂടെയാണ് എൻ്റെ ഈ ഒരു പ്രഭാതം വളരെ സന്തോഷത്തോടു കൂടെയുള്ളതാണ്. കാരണം നമ്മളെല്ലാവരും ഇതിൽ ടീച്ചേഴ്സാണ്. ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമ്മൾ നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ ടീച്ച് ചെയ്യുന്ന ആളുകളാണ്. അമൻ സർ വീഡിയോ കാണുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ. സാറിനെ കാണുന്നില്ല. ഓക്കെ ഓക്കെ. കാണുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പം ഞാനൊരു സ്ക്രീന് ഷെയർ ചെയ്യാം. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് ചില കാര്യങ്ങളാണ് എൻ്റെ തോട്ട്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം ഒരു ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു സബ്ജക്റ്റാണ്, ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്നുള്ളത്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സ് എന്നുള്ള നിലക്ക്, ഇപ്പം ഞാനൊരു ടീച്ചറാണ്, എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ചില ആളുകളെങ്കിലും അല്ലെങ്കിൽ കുറേ ആളുകൾ ടീച്ചേഴ്സ് ആവാം, ട്രെയിനേഴ്സ് ആവാം, അതല്ലെങ്കിൽ പാരൻസ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ മക്കളെ എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ നല്ല ഒരു പഠനം അവർക്ക് കാഴ്ചവെക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതിൽ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾ അവരുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ അല്ലെങ്കിൽ അറ്റൻഷൻ സ്പാന് വളരെ കുറവാണ്. അവർക്ക് കുറേ സമയം ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് പ്രയാസമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു ഡിജിറ്റൽ ലിറ്ററസി, ഡിജിറ്റൽ ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവരെ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പം അറ്റൻഷൻ സ്പാനുള്ള കുട്ടികൾക്ക് അവരെ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ നമുക്ക് ഇന്ന് പല ടൂൾസുകളും പല ടെക്നോളജികളും ഇന്ന് അവൈലബിൾ ആണ്. എന്നാൽ ഇവിടെ ഒരു ചോദ്യം, നമ്മുടെ ക്ലാസ് റൂമുകളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് അവരെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? കാരണം ഒരു ലാംഗ്വേജ് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഇംഗ്ലീഷ്, അറബിക് ആസ്പെക്റ്റിലൊക്കെ നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ ലാംഗ്വേജിൽ പറയാനുള്ളത് 3 കോഡ് ഭാഷകളാണ്. A1, B1, C1 എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള മക്കൾക്ക് കൃത്യമായിട്ടും ഈ കോഡിലൂടെ അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഒരു ഫ്യൂച്ചർ നമുക്ക് നൽകാൻ പറ്റും. ഈ കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ്റർനാഷണലി അപ്രൂവ് ചെയ്തിട്ടുള്ള ചില സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ചില കോഴ്സുകളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ കോഴ്സിൻ്റെ താഴ് ഭാഗത്ത് A1 കോഴ്സ്, B1 കോഴ്സ്, C1 കോഴ്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ A2 കോഴ്സ്, B2 കോഴ്സ്, C2 കോഴ്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പം ഇത് നോക്കിയിട്ടാണ് അവർക്ക് ഒരു സർട്ടിഫിക്കേഷൻ ലഭിക്കുക. അപ്പോൾ A1 കോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവാം. നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ ചിലപ്പോൾ വളരെ ബിഗിനറായ കുട്ടികളായിരിക്കും. അതാണ് A1 കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. A1 എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ അവർ ബിഗിനറാണ് എന്നുള്ളതാണ്. മേ ബി
അവർക്ക് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അവരെന്താണ് ബേസിക്കലി അവരെന്താണ് ഒരു സ്കിൽ ബേസ് നോക്കുമ്പോൾ അവർ ബിഗിനേഴ്സ് ആണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഉം. ഹലോ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട് സർ, പറഞ്ഞോളൂ. ഓക്കെ. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് B1 സ്റ്റേജ് ആണ്. B1 എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന ഒരു ലെവലാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേജ് C1 സ്റ്റേജ് ആണ്, അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണ്. അപ്പം ഈ ഒരു 3 സ്റ്റേജസിലായിരിക്കും ലാംഗ്വേജ് ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ കുട്ടികൾ ഇരിക്കുക. ഇംഗ്ലീഷ് പഠിക്കുന്നതാണെങ്കിലും മറ്റ് ഏത് ലാംഗ്വേജ് പഠിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും ഈ 3 സ്റ്റേജസിലുള്ള കുട്ടികളുണ്ടാവും. ഇവരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ടീച്ചിങ് സ്ട്രാറ്റജീസ് നമ്മൾ പല തിയറികളും പല ബുക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏത് മെത്തേഡ്സുകൾ ഉപയോഗിക്കാം, ഏത് സ്ട്രാറ്റജീസും ഉപയോഗിക്കാം. നമ്മുടെ മക്കളെ നമുക്ക് സ്കില്ലുള്ള ആളുകളായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. പല മോറൽ ആസ്പെക്റ്റുകളും മോറൽ വാല്യൂസുകളൊക്കെ അതൊരു വേറെ ആസ്പെക്റ്റ് ആയതുകൊണ്ടാണ് അതിലേക്ക് ഞാൻ കടക്കാത്തത്. ഇവിടെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഒരു നല്ലൊരു ടീച്ചേഴ്സിന് നല്ലൊരു ടീച്ചിങ് സ്ട്രാറ്റജീസിലൂടെ നമുക്ക് നമ്മുടെ മക്കളിൽ സ്കിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പം ഞാനിവിടെ അടുത്ത ഒരു മൾട്ടി കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ഒരു MNCയിൽ വർക്ക് ചെയ്യുന്ന, അതായത് ഇന്ത്യൻ ബേസ് ചെയ്തിട്ടുള്ള ഹൈദരാബാദിലുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ആമസോൺ ഒരു MNC ആണ്, ഫേസ്ബുക്ക് ഒരു MNC ആണ്, ഗൂഗിൾ ഒരു MNC ആണ്, അതുപോലെ തന്നെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു MNC ആണ്. ഇവിടെയൊക്കെ നല്ല ഹൈ സാലറിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മക്കൾക്ക് ജോബ് കിട്ടും. അവർക്ക് ഒരു ഡിഗ്രി പാസ്സായി കഴിഞ്ഞാൽ തന്നെ, എനി ഡിഗ്രിയാണ്, അറബിക് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഏത് ഡിഗ്രി ആണെങ്കിലും അവർക്ക് അവിടെ ജോബ് കിട്ടും. പക്ഷെ അവർ ചോദിക്കുന്നൊരു ചോദ്യം നിങ്ങൾക്ക് സ്കില്ലുണ്ടോ എന്നുള്ളതാണ്. സ്കില്ലുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ 10th ഫുൾ A+ വാങ്ങിയ, എന്നാൽ അതേപോലെ തന്നെ അതേ ക്ലാസ്സിൽ തന്നെ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു 50-60% മാർക്ക് വാങ്ങിയ കുട്ടി പോലും ഇന്ന് MNCയിൽ നല്ല ഹൈ സാലറി വാങ്ങാനുള്ള ഒരു കാരണം ആ കുട്ടി പഠിക്കുന്നതോടൊപ്പം തന്നെ സ്കില്ലിനെ കൂടിയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് എന്തിനെ കൂടി ഫോക്കസ് ചെയ്യണം? എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമ്മുടെ മക്കൾ, അതിപ്പം LP മുതലുള്ള യൂണിവേഴ്സിറ്റി വരെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് നമുക്ക് സ്കില്ല് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ഏത് ടീച്ചിങ് മെത്തേഡ് ഉപയോഗിച്ചാലും, അത് ട്രഡീഷണൽ മെത്തേഡ് ആണെങ്കിലും ലേറ്റസ്റ്റ് മെത്തേഡ് ആണെങ്കിലും നമുക്ക് എന്താണ് സ്കില്ലുകൾ കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ അവർ ഓഫർ ചെയ്യുന്ന ചില കോഴ്സുകളുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗത്ത് A1 B1 C1 A2 B2 C2 എന്ന് എഴുതിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മക്കൾ നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷനിൽ നമ്മുടെ ടീച്ചിങ് മെത്തേഡിലൂടെ അവർക്ക് നല്ല ഒരു വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവർക്ക് സ്കില്ലുള്ള നല്ല കഴിവുള്ള കുട്ടികളാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, ഏതാണ് ഒരു ബെസ്റ്റ് സ്കില്ലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ കുറേ കാര്യങ്ങൾ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരും. അതിൽ ഇന്ന് എല്ലാം ഒന്നിനൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം, എനിക്ക് നന്നായി തോന്നുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടെങ്കിൽ, ഇപ്പോൾ അറബി ലാംഗ്വേജിലും ഇംഗ്ലീഷിലും ജർമ്മൻ അതുപോലെ തന്നെ മറ്റ് ഭാഷകളിലൊക്കെ ഒന്നിലധികം ഭാഷകളിൽ കുട്ടികൾക്ക് നല്ല സ്കില്ലുണ്ടെങ്കിൽ അവർക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പം അറബിക്ക് പഠിച്ചു എന്നതുകൊണ്ട് മാത്രം ചിലപ്പോൾ അവർക്ക് ജോബ് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ അറബിക്കിൻ്റെ കൂടെ അവർക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഒരു ജോബിലേക്ക് എത്താൻ പറ്റും. ഇവിടെയാണ് നമ്മളാരാണ് ഇന്ന് ടീച്ചേഴ്സ് എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും മെൻറ്റേഴ്സാണ്. പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന മക്കൾ, അവർക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, അവർക്ക് വേണ്ട രീതിയിൽ ഒരു റൂട്ട് മാപ്പ് ക്ലിയർ ആക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അവർ എന്നും നമ്മളെ ഓർക്കുമെന്നുള്ളതാണ്. ചിലപ്പം നമ്മുടെ ചില ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ചിലപ്പം എല്ലാ ആക്ടിവിറ്റീസുകളും നടന്നുകൊള്ളണമെന്നില്ല. പക്ഷെ പരമാവധി ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, കുട്ടികൾ സ്വയം അവരുടെ നോളജ് കൺസ്ട്രക്ട് ചെയ്യട്ടെ എന്നുള്ളൊരു മെത്തേഡാണ് നമ്മൾ സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ് സെൻട്രിക് ആണ്. അപ്പം ടീച്ചേഴ്സിന് ഇന്ന് പല മെത്തേഡുകളും ഇന്ന് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിലാണ് ഇന്നിപ്പം കഴിഞ്ഞ 2-3-4 സെഷനിൽ നമ്മൾ കണ്ടു, നോട്ട്ബുക്ക് എല്ലാം പോലെയുള്ള ടൂളുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത്. ഇവിടെ എനിക്ക് ഒരു അട്രാക്റ്റീവായി തോന്നിയിട്ടുള്ള നമ്മുടെ മക്കൾക്ക് സ്കില്ലുണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ സ്ട്രാറ്റജിയിൽ നമ്മൾ
ടീച്ചിങ് മെത്തേഡിൽ നമ്മൾ നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ഒന്ന് സ്കില്ലിനെയാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട ചില വെബ്സൈറ്റുകളുണ്ട്, ചില ടൂളുകളുണ്ട്. ഈ ടൂളുകൾ കൂടി നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. എഫക്റ്റീവ് ആകുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ നോളജ് കൃത്യമായി കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് കൃത്യമായിട്ട് ഒരാളോട് മനസ്സിലുള്ള ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ഒരു മനസ്സിലുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, കൃത്യമായിട്ടും അവർക്ക് ഇപ്പം ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പ്രോംപ്റ്റ് എന്നാണ് പറയുക. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അറിയോ എന്ന് ചോദിക്കും, ചില ഇൻ്റർവ്യൂവിലൊക്കെ ചോദിക്കാറുണ്ട്, കൃത്യമായിട്ട് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അറിയോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് നല്ല ഒരു റൈറ്റിംഗ് സ്കിൽസ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ലാംഗ്വേജിൻ്റെ ബേസ് നോക്കുകയാണെങ്കിൽ ഒരു വെറും 4 സ്കില്ലാണ് നോക്കുക. ലിസണിങ്ങും, സ്പീക്കിങ്ങും, റീഡിങ്ങും, റൈറ്റിങ്ങും. എല്ലാത്തിലും ഔട്ട്കംസ് കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു കുട്ടി ഒരു ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു ടെക്സ്റ്റ് ബുക്കിലെ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ അതിന് OBE എന്ന് പറയും, ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ. ആ കുട്ടിക്ക് എന്ത് കിട്ടി? ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, ഫുൾ A+ കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ ആ കുട്ടിക്ക് സ്കില്ല് കിട്ടിയിട്ടുണ്ടോ? ആ കുട്ടിക്ക് കൃത്യമായിട്ട് അത് റീഡ് ചെയ്ത് വായിച്ചിട്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു കുട്ടിക്ക് കൃത്യമായിട്ടും ഒരാളായിട്ടും ഇംഗ്ലീഷ് ആണ് പഠിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇംഗ്ലീഷിലുള്ള ഒരു വീഡിയോ കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ലാംഗ്വേജ് ടീച്ചേഴ്സ് ആലോചിക്കുകയാണെങ്കിൽ വലിയൊരു ഒരു മാറ്റം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ ടീച്ചിങ് കൂടുതൽ ഇൻട്രസ്റ്റീവ് ആക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ചില സൈറ്റുകൾ ഞാൻ പരിചയപ്പെടുത്താം. വളരെ സിമ്പിളായിട്ടുള്ള സൈറ്റുകളാണ്. മാഡം സ്ക്രീന് കാണുന്നുണ്ടോ? ഹലോ, കാണുന്നുണ്ട്. ഓക്കെ. അപ്പം ഞാനിവിടെ സിമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് അത് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കില്ലിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈറ്റാണ് വേഗ്രൗണ്ട് എന്ന് പറയും. വേഗ്രൗണ്ട് AI ആണ്, ഒരു AI പവേർഡ് ആണ് വേഗ്രൗണ്ട് AI. ഇതിലിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ ചെയ്തതാണ്, ടീച്ചേഴ്സിനും പബ്ലിക്കിനും വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ AI ടൂളുകളാണ്. അപ്പോൾ ഈ AI ടൂളുകളിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റും. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള ഗാഡ്ജറ്റിലൂടെ എല്ലാ ക്ലാസ് റൂമുകളിലും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിജിറ്റൽ എയ്ഡുകൾ ഉപയോഗിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല, പരിമിതിയുണ്ട്. ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. പക്ഷേ എന്നാൽ വീക്കിലി വൺസ്, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് ഡിജിറ്റൽ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക. നമ്മൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിലേക്ക് വരണം എന്ന് കുട്ടികൾ ആഗ്രഹിക്കണം. കാരണം നമ്മുടെ പ്രസൻസ് കുട്ടികൾ ആഗ്രഹിക്കണം. നമ്മളെ പ്രസൻസ് ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ അവരെ കൃത്യമായി നമ്മൾ മെന്റർഷിപ്പ് കൊടുക്കുന്നുണ്ട്, കൃത്യമായി ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്, ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നും, പക്ഷേ അതൊരു പ്രാക്ടിക്കൽ തലത്തിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് പ്രയാസമാണ്. പക്ഷേ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള ടൂൾ, ഇതിപ്പോൾ ഞാനൊരു ഫ്രീ വെബ്സൈറ്റ് ആണ്. എന്നാൽ ഫ്രീ മീൻസ് ഞാൻ ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പെയ്ഡിലേക്ക് മാറുമ്പോൾ കുറേ ഫീച്ചേഴ്സ് കിട്ടും. ഇവിടെ സിമ്പിളായിട്ട് നമുക്കിതൊരു മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട്, ഇതൊക്കെ ഓരോ AI ടൂൾസുകളാണ്. അപ്പോൾ ഈ ടൂളുകളൊക്കെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടികൾ ഇതൊരു ക്വിസാണ്, ഒരു ഇൻറ്ററാക്റ്റീവ് ക്വിസാണ്. അപ്പോൾ ഇതിൽ കുട്ടികൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ലൈവായിട്ട് അവരുടെ ലീഡേഴ്സ് ബോർഡ് എന്ന് പറയുന്ന പോലെ ഫസ്റ്റ് ആരാണ്, ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുത്തു, അപ്പോൾ ഫസ്റ്റ് ആരാണ്, രണ്ടാമത്തേന് ഉത്തരം കൊടുത്തു, സെക്കൻഡ്, ഫസ്റ്റ്, ചിലപ്പോൾ മേ ബി പോയിന്റ്സുകൾ ഇങ്ങനെ കിട്ടുന്നതിനനുസരിച്ച് ഫസ്റ്റ് സെക്കൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കിട്ടിയ ആള്, സെക്കൻഡ് കിട്ടിയ ആള്, തേർഡ് കിട്ടിയ ആൾ എന്ന് പറഞ്ഞാൽ 3 റാങ്കുകളും എന്ത് ചെയ്യും? അവിടെ ഫോട്ടോ സഹിതം പബ്ലിഷ് ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര എൻഗേജ് ആയിരിക്കും. ഓക്കെ, ഇന്ന് ഞാനാണ് ഫസ്റ്റ് ക്ലാസ്സിൽ, ഓക്കെ ഇന്ന് ഞാനാണ് ഈ ക്വിസിൽ സെക്കൻഡ് കിട്ടിയത്, തേർഡ് ഞാനാണ് എന്നുള്ളത് കുട്ടികൾ തന്നെ എന്ത് ചെയ്യും? ആക്റ്റീവായിട്ട് സാറേ ഇന്ന് ക്വിസ് നടത്തുന്നില്ലേ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു സിസ്റ്റമാണ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ രണ്ടാമത് എനിക്കിഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് വീഡിയോ കാണിക്കാൻ പറ്റും. ഇപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾ എല്ലാവരും മനസ്സിൽ ചോദിക്കാം, നമ്മളൊക്കെ ക്ലാസ് റൂമിൽ വീഡിയോ കാണിക്കുന്നതല്ലേ, എന്താണ് ഇതിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇതിൽ കാണിക്കുന്ന വീഡിയോ എന്ന് പറയുന്ന പേര് H5P എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇന്ററാക്റ്റീവ് വീഡിയോ എന്ന് പറയും. ഇപ്പം ഇന്ററാക്റ്റീവ് വീഡിയോ എന്ന് ചോദിച്ചാൽ നമ്മളൊരു വീഡിയോ കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ, വീഡിയോക്കുള്ളിൽ, ഫോർ എക്സാമ്പിൾ 5 മിനിറ്റുള്ളൊരു വീഡിയോ, ഈ 5 മിനിറ്റുള്ള വീഡിയോക്കുള്ളിൽ തന്നെ നമുക്ക് ചിലപ്പോൾ 5-10 ക്വസ്റ്റ്യൻസുകൾ ആഡ് ചെയ്യാൻ പറ്റും.
ഒന്നാമത്തെ മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ക്വസ്റ്റ്യൻ ഉത്തരം കൊടുത്താൽ മാത്രമേ പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യുള്ളൂ, പ്ലേ ആയിട്ട് പോവുകയുള്ളൂ. അപ്പോൾ ആ വീഡിയോ കംപ്ലീറ്റ് കാണുമ്പോൾ വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചോദിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഇൻറ്ററാക്റ്റീവ് വീഡിയോ എന്നുള്ളത്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വളരെ ചുരുക്കി പറഞ്ഞതാണ്. അപ്പോൾ ഇൻറ്ററാക്റ്റീവ് വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നതിന് പകരം ബാക്ക്ഗ്രൗണ്ടിലൂടെ കൂടെ നമ്മളൊരു വീഡിയോ കാണിക്കുമ്പോൾ കുട്ടികൾക്ക് ഓരോ ചോദ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ഒരു മിനിറ്റ് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, 2 മിനിറ്റ് കഴിയുമ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ കുട്ടിക്ക് അത് എന്ത് ചെയ്യും, ഒരു അപ്പോൾ തന്നെ ഒരു സെൽഫ് ലേണിങ്ങും സെൽഫ് ഇവാലുവേഷനൊക്കെ സ്പോട്ടിൽ നടത്താൻ പറ്റും എന്നുള്ളതാണ്. ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്തായിട്ട് ഞാനൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താം. നാപ്കിൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് നാപ്കിൻ. ഇപ്പം നാപ്കിൻ എന്ന് പറയുന്നത് ഇതൊരു വിഷ്വലൈസിങ് ആണ്, വളരെ സിമ്പിളാണ്. നമ്മളെ കയ്യിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമത്തെ മൊഡ്യൂളിലെ ഒന്നാമത്തെ പാരഗ്രാഫാണ് ഫോർ എക്സാമ്പിൾ. ആ പാരഗ്രാഫ് ഞാൻ ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് തൊട്ടടുത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട രീതിയിലുള്ള വിഷ്വൽസ് അവർ ക്രിയേറ്റ് ചെയ്തിരുന്നുള്ളതാണ്. ഈ വിഷ്വൽസ് അവർ ക്രിയേറ്റ് ചെയ്തിരുന്നുണ്ട്. ഈ ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് വളരെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്ത് എഡിറ്റ്സും ആണെങ്കിലും വരുത്താൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഇവിടെ ഈ ഒരു എഡിറ്റ് വരുത്തണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ആൻഡ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മോഡലൊന്ന് മാറ്റി ഇങ്ങനെ കൊടുത്തു. അപ്പോൾ എന്ത് എഡിറ്റും വരുത്തി കളേഴ്സൊക്കെ വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ടൂളിന് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, ഇത് നമുക്കൊരു ടീച്ചിങ് മെത്തേഡായിട്ട് ഉപയോഗിക്കാം. എല്ലാ ക്ലാസ്സിലും ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഇത് മാറ്റിവെക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള വിഷ്വൽസുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ ചെയ്ത് ഈ വിഷ്വൽസുകൾ കുട്ടികളുമായി ഷെയർ ചെയ്ത് ഇതിനെക്കുറിച്ച് പരസ്പരം ഒരു ഡിസ്കഷൻ മെത്തേഡിലേക്ക് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. കാരണം ഇന്ന് രണ്ടാമതായിട്ടുള്ള ഒരു ബെസ്റ്റ് സ്കില്ലാണ് പ്രോബ്ലം സോൾവിങ് സ്കില്ലും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന സംഭവം. ഇത് കുട്ടികൾക്ക് നമുക്ക് ചെറിയ അളവിലെങ്കിലും ബെസ്റ്റ് സോഫ്റ്റ് സ്കില്ലുകൾ എന്താണ് എന്ന് നമ്മൾ ടീച്ചേഴ്സ് കണ്ടെത്തി, ബെസ്റ്റ് സ്കിൽസുകൾ എന്താണെന്ന് കണ്ടെത്തി ചെറിയ രീതിയിലെങ്കിലും കുട്ടികളിൽ ഇൻജെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വളർത്തി കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സിൽ തന്നെ 5ാം ക്ലാസ് മുതൽക്ക് തന്നെ ഇതുപോലെയുള്ള സോഫ്റ്റ് സ്കില്ലിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് കിട്ടും. പ്രത്യേകിച്ച് അവർ ഇൻ്റർവ്യൂവിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടാവും. എവിടെ നിന്നാണ് കിട്ടിയത്? എൻ്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയാൽ നമുക്ക് കോൺഫിഡൻസോടെ പറയാം. കാരണം ഒരു ആസ് എ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ അറബിക് ടീച്ചേഴ്സ്, ലാംഗ്വേജ് ടീച്ചേഴ്സ് നിർബന്ധമായിട്ടും അവർക്ക് എന്താണ് ഇതുപോലെയുള്ള ടൂളുകൾ അല്ലെങ്കിൽ മറ്റാളുകൾക്കൊക്കെ ഇതുപോലെയുള്ള ടൂളുകൾ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇത് വെച്ചിട്ട് നമുക്കൊരു ക്ലാസ് നമുക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒരു വെബ്സൈറ്റാണ്. AI ടൂളല്ല, വെബ്സൈറ്റാണ്. മിക്ക ആളുകളും ചിലപ്പോൾ പരിചയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പബ്ലിക് ഉപയോഗിക്കുന്ന ഒരു സൈറ്റാണ് ടെഡ് ടോക്സ് എന്ന് പറയും. അപ്പോൾ ടെഡ് ടോക്സ് എന്തിനാണ് നമ്മുടെ കുട്ടികൾ കേൾക്കണമെന്നും അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്തിനു കേൾക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ പല വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും. പല വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ടെഡ് ടോക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഡിസ്കവർ എന്ന് പറയുന്ന ഒരു ടാബ് നിങ്ങൾക്ക് കാണാം. ഈ ഡിസ്കവർ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴത്തേത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കണോ, ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് പഠിക്കണോ, എഡ്യൂക്കേഷൻ പഠിക്കണോ, AI പഠിക്കണോ, സ്ലീപ്പ് പഠിക്കണോ. അപ്പോൾ ഞാൻ എന്തിനിവിടെ പരിചയപ്പെടുത്തി ഒരു ടീച്ചിങ് സ്ട്രാറ്റജി ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ, ഒരു ലാംഗ്വേജ് ടീച്ചേഴ്സ് നിർബന്ധമായിട്ടും കുട്ടികൾക്ക് ലിസണിങ് കപ്പാസിറ്റി കൂട്ടണം. ഇപ്പോൾ ഒരു കുട്ടിക്ക് നന്നായിട്ട് വായിക്കാൻ അറിയാം, നന്നായിട്ട് എഴുതാൻ അറിയാം, പക്ഷേ ആ കുട്ടിക്കുള്ള 2 ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഇംഗ്ലീഷ് 10 വർഷം പഠിച്ചു, പക്ഷെ 10 വർഷമായിട്ടും ഇംഗ്ലീഷിലൊരു അക്ഷരം പോലും ഒരു സെൻറ്റൻസ് പോലും കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെയാണ് നമ്മുടെ ഒരു തോട്ട്, നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ 10 വർഷം അല്ലെങ്കിൽ ഒരു LKG UKG കൂട്ടുകയാണെങ്കിൽ 12 വർഷം എഡ്യൂക്കേഷൻ ഫീൽഡിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും അവർക്ക് എന്താണ് മനോഹരമായിട്ടോ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അറബി സംസാരിക്കാൻ കഴിയുന്നില്ല, ഹിന്ദി സംസാരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം? അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകളിലൂടെ നമുക്ക് വേണമെങ്കിൽ പുതിയ ആശയങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാം. അതേപോലെ തന്നെ നല്ല ലിസണിങ് കപ്പാസിറ്റികൾ കൂട്ടാം. അതോടൊപ്പം തന്നെ ഇതിൽ സബ് ടൈറ്റിൽസ് അവൈലബിൾ ആണ്. അവരുടെ റീഡിങ് കപ്പാസിറ്റികളും കൂട്ടാൻ പറ്റും. പിന്നെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിലൊരു പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഞാൻ 2 ഫീച്ചേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു ബട്ടണുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ
ഇപ്പം ചെറിയ ക്ലാസ്സിൽ പ്രയാസമായിരിക്കും, എന്നാലും ഒരു ഹൈസ്കൂൾ മുതൽക്ക് തന്നെ ഇതിലെ ചില വീഡിയോസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ് ടൈറ്റിൽസുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊക്കെ യൂട്യൂബ് കാണുന്ന സമയത്ത് ചില വീഡിയോ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാറില്ല. അപ്പം മനസ്സിലാവാത്ത വീഡിയോസിന് നമ്മൾ എന്ത് ചെയ്യും, ചില സബ് ടൈറ്റിൽസുകൾ ആഡ് ചെയ്യും. അപ്പോൾ ആ സബ് ടൈറ്റിൽസുകൾ എങ്ങനെ ആഡ് ചെയ്യാറുള്ളത്, പ്രത്യേകിച്ച് ടെഡിലൊക്കെ അവർ പറയുന്നുണ്ട് അപ്ലൈ നൗ. നമുക്ക് നമ്മുടെ മക്കളെ ട്രാൻസ്ലേറ്റേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് വേണമെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാം, ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. പക്ഷെ ഇതിൽ നിന്ന് പേയ്മെന്റ് ഒന്നും കിട്ടൂല. പക്ഷെ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി അവർ കേൾക്കുന്ന ഇംഗ്ലീഷിലുള്ള വീഡിയോ അവർക്ക് വേണമെങ്കിൽ മറ്റ് ലാംഗ്വേജിലേക്ക്, മലയാളത്തിലേക്കോ അറബിയിലേക്കോ ഇംഗ്ലീഷിലേക്കോ, ഇവർ ഏകദേശം 115 ലാംഗ്വേജസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 115 ലാംഗ്വേജസ്. അപ്പം 115 ലാംഗ്വേജസിലേക്കും സബ് ടൈറ്റിൽസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളെയാണ് ഇന്ന് ഇവർക്ക് ആവശ്യമുള്ളത്. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ മേഖലകൾ താല്പര്യമുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ സ്കില്ലും കൂടി കൂട്ടണം, അറബി പഠിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ സ്കില്ലും കൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് വേണമെങ്കിൽ ഈ ഒരു സൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ പ്രൊസീജിയറിലൂടെ നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. തരുന്ന വീഡിയോ ചിലപ്പോൾ 2 മിനിറ്റ്, 10 മിനിറ്റ്, 5 മിനിറ്റുള്ള വീഡിയോസാണ്. ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ആ സബ് ടൈറ്റിൽസ് എന്ത് ചെയ്താൽ മതി, ചെയ്ത് ഏത് AI ടൂൾസ് ഉപയോഗിക്കാം. ആ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പം ഒരു 5ാം ക്ലാസ് എത്തുന്നത് വരെ കുട്ടി ചിലപ്പം ഒരു A1 സ്റ്റേജിലായിരിക്കാം, എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ബിഗിനർ സ്റ്റേജിലായിരിക്കും. പക്ഷെ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ആ കുട്ടിയുടെ ലെവൽ ഇങ്ങനെ കൂടി വരികയാണ്. ഓക്കെ, അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടെഡ് എന്ന് പറയുന്ന ഇത് ഉപയോഗിക്കാം. ടെഡ് സിമ്പിളായി പറയുകയാണെങ്കിൽ അവർ തരുന്ന വീഡിയോസ് നമ്മൾ കേട്ട് അതിന് സബ് ടൈറ്റിൽസ് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിലുള്ള നമ്മുടെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ, ഭാവിയിൽ ഈ ഒരു സംഭവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു കുട്ടി 2, 3, 4 സബ് ടൈറ്റിൽസുകളാണ് കുട്ടി സംഭാവന ചെയ്തെങ്കിൽ, ആ കുട്ടി ഭാവിയിൽ ഒരു ബയോഡാറ്റ തയ്യാറാക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ആ ബയോഡാറ്റയിൽ മെൻഷൻ ചെയ്യാൻ പറ്റും, ഞാൻ 10 സബ് ടൈറ്റിൽസുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തു. അത് ആ കുട്ടിക്ക് എവിടെയാണ്, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള, ഇൻസ്റ്റാഗ്രാമിനെക്കാട്ടിലൊക്കെ പവർഫുൾ ആയിട്ടുള്ള പ്രൊഫഷണൽ അക്കൗണ്ടാണ് ലിങ്ക്ഡിൻ അക്കൗണ്ട്. ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സംഭാവന ചെയ്ത് ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ മെൻഷൻ ചെയ്യാൻ പറ്റും. ഞാൻ ഇത്രയും ബ്രോഡായിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ ചെറിയ ക്ലാസ് മുതൽക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ ചെറിയ രീതിയിലെങ്കിലും ഇതുപോലെയുള്ള ഒരു മോട്ടീവ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, വളർന്നു വരുന്ന സമയത്ത് ഈ ഒരു മേഖലയിലേക്കും അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള തോട്ട് അവർക്ക് കിട്ടും. അപ്പം അതുകൊണ്ടാണ് ടീച്ചിങ് സ്ട്രാറ്റജിയിൽ ഇതൊക്കെ ഉൾക്കൊള്ളിക്കണം എന്ന് പറയാനുള്ള കാരണം. നാലാമതായിട്ട് അവർക്ക് കൃത്യമായിട്ടും ഒരു ടൈപ്പിംഗ് സ്കില്ല്, ടൈപ്പിങ്ങിന് വേറെ മെത്തേഡുകളൊക്കെ ഉപയോഗിക്കാം, എന്നാലും ടൈപ്പിംഗ് സ്കില്ലുകൾ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ടൈപ്പിംഗ് ക്ലബ്ബ് ഉപയോഗിക്കാം. കാരണം ഈ ടൈപ്പിംഗ് ക്ലബിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് ഇംഗ്ലീഷിൽ നമ്മളൊരു സാധനം ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിൽ ഏകദേശം മനസ്സിലാക്കുന്നത് 600-ലധികം സ്റ്റേജസ് ഉണ്ട്. 685 സ്റ്റേജസ് ഉണ്ട്. ഫൈനൽ ലെസൺസ് എന്ന് പറഞ്ഞാൽ 685ആണ്. ഈ 685 സ്റ്റേജസ് ആകുമ്പോൾ തന്നെ, ഇതിൻ്റെ പകുതി ആകുമ്പോൾ തന്നെ ഫാസ്റ്റായിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്കില്ലുണ്ടാവും. ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ കയ്യിലുള്ള ഒരു A4 ഷീറ്റ്, അത് A4 ഷീറ്റിൽ ഒരു 4 പാരഗ്രാഫ് ഉണ്ട്. ഈ 4 പാരഗ്രാഫ് കുട്ടികൾക്ക് 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ടൊക്കെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പിംഗ് സ്കിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ മറ്റൊരു സൈറ്റാണ് റേഡിയോ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയോ ഗാർഡൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് ആർക്കും ഉപയോഗിക്കാം, പബ്ലിക്കിന് ഉപയോഗിക്കാം, ടീച്ചേഴ്സിന് ഉപയോഗിക്കാം. ഇതൊരു മെത്തേഡായിട്ട് കൊണ്ടുവരുമ്പോൾ എങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ലിസണിങ് കപ്പാസിറ്റി കൂട്ടണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രയാസപ്പെടുന്ന ഒരു ഏരിയ, നമ്മൾ വീഡിയോ ഇങ്ങനെ കാണും, പക്ഷെ വീഡിയോ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. നമുക്ക് പറഞ്ഞാൽ ടീച്ചേഴ്സിനല്ല, കുട്ടികൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ മനസ്സിലാവാത്ത കുട്ടികൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ലിസണിങ് കപ്പാസിറ്റി കൂട്ടണമെങ്കിൽ നമുക്ക് റേഡിയോ ഗാർഡൻ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇത് ലോകത്തുള്ള ഏത് റേഡിയോ സ്റ്റേഷൻസും നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഈ ഒരൊറ്റ ഒരു സൈറ്റ് ഉണ്ടായാൽ മതി, ഇതിന് ആപ്പ് അവൈലബിൾ ആണ്. നമുക്ക് എവിടേക്കാണോ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഒരു ഗ്രീന് കാണുന്നുണ്ട്, ഈ ഗ്രീൻ കാണുന്നതൊക്കെ ഓരോ സ്റ്റേഷൻസാണ്. അപ്പോൾ ഇത് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് നമുക്ക് ഒരു സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഇവിടെ കൺട്രി ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് സെർച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിറ്റി ബേസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും.
ഇനി അതല്ല സ്റ്റേഷൻ ബേസ് ചെയ്തിട്ടും സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പം റേഡിയോ ഗാർഡന് നമുക്ക് മലയാളത്തിൽ അവൈലബിൾ ആണ്, ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്, അറബിയിൽ അവൈലബിൾ ആണ്, ഏത് ലാംഗ്വേജിലും അവൈലബിൾ ആണ്. അപ്പം ഏതാണോ കുട്ടിക്ക് താല്പര്യമുള്ളത്, ഏതാണോ നമുക്ക് താല്പര്യമുള്ളത്, അത് വേണമെങ്കിൽ ലൈവായിട്ട് കുട്ടികളെ കേൾപ്പിക്കുകയും അവർക്ക് കേൾക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് നമുക്കൊരു മെത്തേഡിലൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാം. ചിലപ്പോൾ തുടക്കത്തിൽ അവർക്കത് മനസ്സിലാവില്ല, കാരണം അത് കുറച്ചുകൂടി ടഫ് ലാംഗ്വേജസ് ആയിരിക്കാം. അത് ചിലപ്പോൾ ഇതിൽ സിമ്പിളായിട്ടുള്ള സ്റ്റുഡൻസിന് പറ്റുന്ന, കുട്ടികൾക്ക് പറ്റുന്ന ചില പ്രോഗ്രാംസുകൾ ഉണ്ടാകും. അത് ഏതാണ് കൃത്യമായിട്ട് എനിക്കറിയില്ല, പക്ഷെ അത് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില ക്ലാസ്സിൽ ചിലപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടുന്ന അവറുകൾ ഉണ്ടാവും, ഫ്രീ അവേഴ്സ് ഉണ്ടാവും. അവേഴ്സ് പോയിട്ട് വേണമെങ്കിൽ ഇതുപോലെയുള്ള ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കുള്ളിൽ ഒരു താല്പര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ കുട്ടികൾ ആക്റ്റീവ് ആവണം, അതിൽ കൂടുതൽ ഇൻട്രസ്റ്റീവ് ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ് നമ്മളെ ഓരോ ആളുകളും. നമ്മുടെ ലേണിങ്ങിൽ, ടീച്ചിങ്ങിൽ കുട്ടികൾ കൂടി ഇൻവോൾവ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വലിയ ഒരു റെവല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇന്ന് ഫെസിലിറ്റേറ്റർ ആണ്, മെൻറ്റേഴ്സ് ആണ്. അപ്പം നമുക്ക് കൃത്യമായ ഗൈഡൻസ് കൊടുത്താൽ മാത്രം മതി, ബാക്കിയൊക്കെ കുട്ടികൾ എടുക്കും. അവർ തരുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക, അവരുടെ റൂട്ടുകൾ കൃത്യമാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം, ഇന്ന് ലോകത്ത് നമുക്ക് ആവശ്യമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. 2 വെബ്സൈറ്റ് കൂടി പറഞ്ഞിട്ട് സമയമായിട്ടുണ്ട്. ഒന്ന് BBC ലേൺ ഇംഗ്ലീഷ്. ഇത് നമ്മൾ ക്ലാസ്സിൽ കുട്ടികൾക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈറ്റാണ് BBC ലേണിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു ഹാഫ് ആൻ അവേഴ്സ് കൊണ്ടൊന്നും പറഞ്ഞു തീരാൻ പറ്റാത്ത കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഇതിലൊരു മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് യുവർ ലെവൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിലൂടെ നമുക്ക് കുട്ടികളുടെ ഗ്രാമർ കൃത്യമായിട്ട്, ഗ്രാമർ എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് അല്ല, ഒരു ഗ്രാമർ, റിട്ടേണിൽ എന്തെങ്കിലും കുട്ടികൾക്ക് പ്രശ്നമുണ്ടോ എന്ന് ഈ ഒരു ടെസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിലൂടെ അവർ തരുന്ന കുറേ മെഡിസിൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ മെഡിസിൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഇതിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് അവരെന്ത് ചെയ്യുന്നു, കുറേ മെഡിസിൻസ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഈ മെഡിസിൻസ് കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ വൊക്കാബുലറിയും ഗ്രാമറൊക്കെ കൂട്ടാൻ പറ്റും. അതുപോലെയുള്ളൊരു സൈറ്റാണ് അറബിക്കിലുള്ള, അറബി ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു സൈറ്റാണ് ഈ learning.aljazeera.net എന്ന് പറയുന്നത്. ഇതിൽ ഫീച്ചേഴ്സുകൾ അവൈലബിൾ ആണ്. ഇതിൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടാബ് അവൈലബിൾ ആണ്. അതിലൂടെ ഈ ഫസ്റ്റ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ലെവൽ യുവർ ടെസ്റ്റ് എന്നാണ്. ലെവൽ ടെസ്റ്റ് എന്നാണ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് യുവർ ലെവൽ എന്നാണ് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ലാംഗ്വേജ്, ചിലപ്പോൾ അറബി നന്നായിട്ട് അറിയുന്ന സ്റ്റുഡൻസ് ആയിരിക്കാം, നല്ല ഗ്രേഡും കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു എക്സാം എഴുതുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും, കുട്ടിക്ക് റീഡിങ് കപ്പാസിറ്റി ഉണ്ടോ, രണ്ടാമത്തത് വൊക്കാബുലറി കപ്പാസിറ്റി ഉണ്ടോ, മൂന്നാമത്തത് ലിസണിങ് കപ്പാസിറ്റി ഉണ്ടോ, റീഡിങ് റൈറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടോ, അതുപോലെ തന്നെ ഗ്രാമറിൽ കൃത്യമായ നോളജ് ഉണ്ടോ എന്നൊക്കെ ഈ ഒരു ടെസ്റ്റിലൂടെയും മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു തോട്ട്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഈ ഒരു കേൾക്കുന്ന ആളുകൾ മേ ബി ചിലപ്പം കുറേ എന്നെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയുന്ന ആളുകളായിരിക്കാം. പക്ഷേ എൻ്റെ ഒരു ചുരുങ്ങിയ ടീച്ചിങ് എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് മാർക്ക് വേണ്ട എന്നല്ല, അതിൻ്റെ കൂടെ അവർ പഠിച്ചത് അവർക്ക് ഒരു സ്കില്ലായിട്ട് അവരുടെ ലൈഫിൽ ഉപകാരപ്പെടുന്നുണ്ടോ എന്നും കൂടി നമ്മളൊരു റീതിങ്ക് നടത്തിയിട്ടായിരിക്കണം നമ്മുടെ ടീച്ചിങ് സ്ട്രാറ്റജീസിൽ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. അങ്ങനെ നല്ലൊരു അക്കാഡമിക് ഇയർ ഞാൻ നേരുകയാണ്. ഇൻഷാ അള്ളാ നെക്സ്റ്റ് ഇയറിൽ 2026 എൻ്റെ ടീച്ചിങ്ങിൽ ചില പൊളിച്ചെഴുത്തുകൾ ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെതിലുണ്ടാകാം, ഞാൻ പൊളിച്ചെഴുത്താൻ ഞാൻ തയ്യാറാണ്. അതുപോലെ ടീച്ചേഴ്സായ നമ്മളെല്ലാവരും അങ്ങനെ ഒരു റീതിങ്ക് നടത്തുകയാണെങ്കിൽ ഇൻഷാ അള്ളാ വലിയൊരു മാറ്റം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. പ്രത്യേകിച്ച് ലാംഗ്വേജ് ടീച്ചേഴ്സിന് നല്ല ഒരു ഇൻഷാ അള്ളാ അക്കാഡമിക് ഇയർ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഗുഡ് മോർണിംഗ്. പിജിയുടെ ഡിവിഷൻ പ്രോഗ്രാമിന്റെ 235 ദിവസവും പൂർത്തിയാവുകയാണ്. ഓരോ ദിവസവും വ്യത്യസ്തരായ ആളുകളും പുതുമയാർന്ന വിഷയങ്ങളുമായി അത്രയും മനോഹരമായി അതിന്റെ പ്രയാണം തുടരുകയാണ്.
ഇന്നത്തെ ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്ന എല്ലാവർക്കും അറിവ് പകരുന്നതും പ്രത്യേകിച്ച് അധ്യാപകർക്ക് ഉപകാരപ്രദവുമായ വിഷയം വളരെ ഹൃദ്യമായ രീതിയിൽ അവതരിപ്പിച്ച ഡോക്ടർ മുഹമ്മദ് അമാൻ സാറിനോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അധ്യാപനം ഒരു ജോലി മാത്രമല്ല, അത് ഒരു തലമുറയെ രൂപപ്പെടുത്തുന്ന ദൗത്യമാണെന്ന് സാർ മനോഹരമായി ഓർമ്മിപ്പിച്ചു. പഠനത്തെ കൂടുതൽ ഫലപ്രദവും ചൈൽഡ് സെന്റേർഡുമാക്കാൻ സഹായിക്കുന്ന നിരവധി ടീച്ചിങ് സ്ട്രാറ്റജീസ് ഇന്ന് നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു. ബ്രാഡ് ഹെൻറിയുടെ ഒരു കോട്ടുണ്ട്: എ ഗുഡ് ടീച്ചർ ക്യാൻ ഇൻസ്പയർ ഹോപ്പ്, ഇഗ്നൈറ്റ് ഇമാജിനേഷൻ ആൻഡ് ഇൻസ്റ്റിൽ എ ലവ് ഓഫ് ലേണിംഗ്. ഈ വാക്കുകൾ പോലെ തന്നെ ഒരു നല്ല അധ്യാപകൻ കുട്ടികളുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്ന ഒരാളാണ്. ഇന്നത്തെ സെഷൻ അതിന് മികച്ച ഉദാഹരണമായിരുന്നു. ഡിവിഷൻ പ്രോഗ്രാം ഒരു മുടക്കവും വരാതെ നടന്നു പോകുന്നതിന് മുന്നിൽ നിന്ന് നയിക്കുന്ന നൂസിയ മാഡം, ടീം ഇൻചാർജിൽ എന്നോടൊപ്പമുള്ള സീനത്ത് മാഡം, സലീം സാർ, കട്ടക്ക് കൂടെ നിൽക്കുന്ന ടീം മെമ്പേഴ്സ്, ഈ പരിപാടിയുടെ വിജയത്തിൽ വലിയൊരു പങ്കുള്ള പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും ഹൃദ്യമായി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്.